Sammy, look here. Guys. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പോർട്സ്മത്ത് എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ സിറ്റിയിലേക്കാണ്. യു കെയിലത്തെ വൺ ആൻഡ് ഓൺലി ഐലൻഡ് സിറ്റി എന്നാണ് പോർട്സ്മത്തിനെ പറ്റി പറയുന്നത്. ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാണ്. നല്ല മനോഹരമായൊരു സ്ഥലമാണ്. ഇപ്പം മമ്മീനെയും ഡാഡിനെയും കാണിക്കാമെന്ന് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. എല്ലയും സാമിയാണ് കൂടെയുള്ളത്. അനിയും ഐക്കിയും വീട്ടിലാണ് എക്സാം പ്രിപ്പറൊക്കെ ആയിട്ട്. വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും കാറ് ഫുൾ ചാർജായി. പിന്നെ നമ്മൾ പോർട്സ്മത്തിലേക്ക് വെച്ച് പിടിച്ചു. ആസ് യൂഷ്വൽ പാർക്ക് ആൻഡ് റൈഡ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് സിറ്റിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ പാർക്ക് ആൻഡ് റൈഡ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സിറ്റി പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർക്ക് ആൻഡ് റൈഡ് സെർച്ച് ചെയ്യാം. വണ്ടി അവിടെ ഇടാം. ഏറ്റവും കംഫർട്ടബിളാണ്, ചീപ്പുമാണ്. നമ്മളവിടെ എത്തിയ സമയത്ത് വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടി വന്നു. ഒരുപാട് പേര് ഈ ഒരു സിറ്റി കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പാപ്പയുടെയും അമ്മാമ്മയുടെ ഒപ്പം യാത്ര പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലയും സാമിയും. സാമി ഇപ്പോൾ വലുതായി, ഒറ്റയ്ക്ക് നടക്കണം, ഒറ്റയ്ക്ക് ഓടണം, നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവൻ്റെ ഒപ്പം വേണം. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് സിറ്റി ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബസ്സിൽ കയറിയിട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് പിള്ളേർ മുഴുവൻ. എത്ര പ്രാവശ്യം കയറിയാലും അവരുടെ എക്സൈറ്റ്മെൻറ്റ് മാറുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പോർട്സ്മത്തിൻ്റെ കായലും കരയൊക്കെ പിന്നിട്ട് നമ്മൾ മെയിൻ ബസ് സ്റ്റേഷനിൽ വന്നിറങ്ങി. അത് പോർട്സ്മത്തിൻ്റെ എല്ലാ ബസ്സുകളും വന്നെടുക്കുന്ന ഒരു ബസ് സ്റ്റേഷനാണ്. വന്നിറങ്ങിയതും സാമി ചാടിക്കയറി എൻ്റെ ഒക്കത്തിരുന്നു. പിന്നെ അവനെടുത്തോണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് മുഴുവൻ. എല്ലാ അപ്പാപ്പയുടെയും അമ്മാമ്മയുടെയും കൈ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് ഗൺവാർഫ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. ഷോപ്പിംഗ് ആയിരുന്നില്ല നമ്മുടെ ഫോക്കസ്. അവിടെ നിന്നുള്ള വാർഫിൻ്റെ വ്യൂ അടിപൊളിയാണ്. ഒരു പോർട്സ്മത്തിൻ്റെ സിഗ്നേച്ചർ ടവറുണ്ട്. പിന്നെ വലിയ ബോട്ടുകളൊക്കെ വന്നെടുക്കുന്ന ഒരു മേജർ വാർഫാണ്. മനോഹരമായൊരു കാഴ്ചയാണ്. പുറത്ത് ആളുകളെ കാണാനില്ല എന്നുള്ള എൻ്റെ വിഷമം ഇവിടെ കയറിയപ്പോൾ മാറിക്കിട്ടി. ഒരുവിധം എല്ലാ മനുഷ്യരും ഈ ഒരു ഏരിയയിലുണ്ട്. ഷോപ്പിംഗ് ഔട്ട്ലെറ്റിൻ്റെ അകത്ത് ഭയങ്കര തിരക്കാണ്. പിള്ളേരെയൊക്കെ കൈപിടിച്ച് തെറ്റിപ്പോതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുവാണ്. അത്രയും ആളുകൾ നിറഞ്ഞൊരു സ്ഥലം. ഞങ്ങൾ കുറേ നേരം ഈ ഒരു വ്യൂ പോയിന്റിൽ ബോട്ടുകൾ വരുന്നതും പോകുന്നതൊക്കെ ആയിട്ട് നോക്കി നിന്നു. നല്ല രസമാണ്. ചെറിയ ബോട്ടുകളും വലിയ ബോട്ടുകളും ആളുകൾ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്നിറങ്ങുന്നു. ഈ ടവറിൻ്റെ വ്യൂ, ആ ടവറിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ പോവാം. ഒരു റൊട്ടേറ്റിംഗ് ബാറോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ. പക്ഷെ അതിനകത്ത് നമ്മൾ പോയില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ അടിപൊളിയായിരുന്നു. പിള്ളേരെ പ്രലോഭിപ്പിക്കാനായിട്ട് ബോട്ടുകളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ. ടോയ് ബോട്ടുകളാണ്. ഒരു അഡൽട്ടിനൊപ്പം അവർക്ക് റൈഡ് ചെയ്യാം. അധികം വാശിയൊന്നും പിടിച്ചില്ല. അതുകൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലായിരുന്നു. വേൾഡ് വാറിൻ്റെ സമയത്ത് ഏറ്റവും പടക്കപ്പലുകളൊക്കെ വന്നിരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പല മിസൈലുകളുടെയും ഈ ടോർപിഡോസിൻ്റെയൊക്കെ കുറേ മോഡൽസ് അവിടെ വെച്ചിട്ടുണ്ട്. ഒറിജിനലാണ്, അതവർ റീപർപ്പസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രസമാണ്. എന്ത് രസമായിട്ടാണ് അവർ ഈ ഏരിയസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ക്ലീൻ ആൻഡ് ഡിസൈനിൻ്റെ ഒരു ക്വാളിറ്റിയും. നമ്മൾ പിന്നെയും മുന്നോട്ട് ഒരുപാട് പോയി. സൈഡുകളിലൊക്കെ പബ്ബാണ്. ആളുകൾ പുറത്തിരിക്കുന്നു, ബിയർ കുടിക്കുന്നു, അങ്ങനെ ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു. പിന്നെ വേറൊരു സൈഡിലെത്തിയപ്പോൾ ചോക്ലേറ്റ്സിൻ്റെ കടകളാണ്. കാഡ്ബറീസിൻ്റെയും ഗമ്മി ബെയറിൻ്റെ ഒക്കെ കടകൾ. അവിടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങി. പിള്ളേർ ചെറുതായിട്ടൊന്ന് വാശി പിടിച്ചു. പക്ഷേ ആസ് യൂഷ്വൽ പറഞ്ഞനുസരിക്കുന്ന കൂട്ടത്തിലാണ് രണ്ടുപേരും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ ഒരു ട്രെയിൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ടാപ്പ് ഡാൻസിങ്, അതിൻ്റെ കോമ്പറ്റീഷന് പോകാനായിട്ട് സംഭാവന പിരിക്കുന്ന കുറച്ച് പിള്ളേർ. അപ്പോൾ ഏകദേശം 1 മണിയാവാറായി. ലഞ്ചിൻ്റെ സമയമായി. അടുത്തൊന്നും നമ്മുടെ രുചിക്ക് പറ്റുന്ന ഹോട്ടലുകളൊന്നുമില്ല. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. അവിടെ കയറി എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ഒരുവിധം എല്ലാവരും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. പോർട്സ്മത്തിൻ്റെ
ബസ് സ്റ്റോപ്പിൻ്റെ ലെഫ്റ്റിലൂടെ നടക്കുമ്പോഴാണ് ഏറ്റവും നല്ല അട്രാക്ഷൻസ് കിടക്കുന്നത്. പണ്ടത്തെ റെസ്റ്റോർ ചെയ്ത കപ്പലുകളും പിന്നെ യുദ്ധക്കപ്പലുകളും റിട്ടയർ ആയിട്ടുള്ള കപ്പലുകളൊക്കെ ആയിട്ടൊരു മ്യൂസിയം പോലെയുണ്ട്. നമുക്ക് നടക്കുമ്പോൾ കാണാൻ പറ്റുന്നത് തന്നെ ഈ ഒരു പണ്ടത്തെ പായ്ക്കപ്പൽ പോലത്തെ ഒരു കപ്പലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെള്ളമില്ലാത്തത് വേലിയിറക്കം കൊണ്ടാണ്. നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പം അത് ഇറങ്ങി ഒരു കര പോലെ കാണാം. പക്ഷെ ആളുകൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു കാറിൻ്റെ ബാക്കിലോട്ട് വെള്ളം എത്തിയിട്ടുണ്ട്. അയാൾ സമയത്ത് വന്നെടുത്തില്ലെങ്കിൽ ഈ കാറ് കുറച്ച് കഴിയുമ്പോൾ ബോട്ടായി മാറും. സാമിക്ക് ഈ ഒരു ചെറിയ തിര കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അവൻ വെള്ളത്തിനടുത്തേക്ക് പോകുന്നു, എടുത്ത് ചാടാൻ നോക്കുന്നു, കല്ലെടുത്തെറിയുന്നു. അങ്ങനെ വല്ലാത്തൊരു ആവേശം. ഡാഡി ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു പോർട്ട്സ്മിത്ത് ടവർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏത് ഡിറക്ഷനിൽ പോയാലും ഇത് നോക്കി നടന്നാൽ മതി, നേരെ നമുക്ക് ആ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലേക്ക് എത്താം. ആ നടപ്പാതയുടെ സൈഡിലായിട്ട് ഒരുപാട് ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാരിയ്ക്കുന്നു. ഈ ഒരു കാഴ്ചയും ആ ഷിപ്പും കണ്ട് ആസ്വദിച്ചിരിക്കുന്നു. റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സമയം. കുറേ നേരം തുള്ളി മതിച്ചു കഴിഞ്ഞപ്പോൾ അവന് ചെറിയൊരു ക്ഷീണം. പിന്നെ അപ്പാപ്പനെ കൊണ്ട് ഇടിപ്പിച്ചു കുറച്ച് നേരം. ഡാഡിക്ക് അവൻ എടുത്ത് നടക്കാൻ കുറേ നേരം പറ്റില്ല, ഞാൻ താഴെ വയ്ക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഡാഡി കുറച്ച് നേരം അവൻ്റെ അടുത്ത് കാഴ്ചകളൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ച് താഴേക്ക് ഇറക്കി. പിന്നെ പോർട്ട്സ്മിത്തിൽ കാണാനുണ്ടായിരുന്നത് അവിടുത്തെ പണ്ടത്തെ ഷിപ്പ് യാർഡും അതിൻ്റെ റിലേറ്റഡ് നിർമ്മാണശാലകളൊക്കെ ആയിട്ട് ഒരു മ്യൂസിയമാണ്. പല പല നിർമ്മാണശാലകളും അതിന് പിന്നിലത്തെ ഹിസ്റ്ററിയും പണ്ടത്തെ ബോട്ടുകളുടെ പ്രോട്ടോടൈപ്പുകളും വമ്പൻ ഷിപ്പുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വലിയ ഏരിയയിലുള്ളൊരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിനകത്ത് കയറാൻ ഫ്രീ ആണ്, നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ ഷിപ്പുകളുണ്ട്. അതിനകത്ത് കയറണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. അതറിയാത്തവർ ഈ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഹൈ കോസ്റ്റ് ആണെന്ന് ചോദിച്ച് തിരിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല, നമുക്കുള്ളിൽ കയറി ബോട്ട് പുറത്തുനിന്നൊക്കെ കാണാം. അകത്ത് കയറണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി. നമുക്കൊരു ബോട്ട് എത്ര സ്പീഡിൽ തുഴയാൻ പറ്റും എന്നറിയാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ടുണ്ട്. ഡാഡി ഇതിൽ കയറി ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു ബോട്ടാണ്. പണ്ടത്തെ ടോർപിഡോ ഡിപ്ലോയ് ചെയ്യാനുള്ള ബോട്ടാണ്. ആ നടുക്കിൽ കാണുന്ന ഒരു ടോർപിഡോ ആണ്. ഇതും വെച്ചുകൊണ്ട് നടുക്കാട്ടിൽ പോയി ലോഞ്ച് ചെയ്ത് ശത്രുക്കൾ ആക്രമിക്കുന്ന രീതി. ഈ പുള്ളി സിസ്റ്റം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി അങ്ങ് കയറി വലിച്ചു തുടങ്ങിയപ്പോൾ പിള്ളേരും കയറിയിരുന്നു. അവരെ ഇറക്കി വിടാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഈ എൻജിനീയറിംഗ് ഒക്കെ അറിയുന്നവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. പിള്ളേർക്ക് എന്ത് എൻജിനീയറിങ്. സാമിയും എല്ലയും ഓടിക്കളിക്കുക, നല്ല ഫ്രീ ഗ്രൗണ്ട്, വണ്ടികളൊന്നുമില്ല, ഓട്ടം ബഹളം. അവരവരുടെ രീതിയിലുള്ള എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്കല്ല ഓടി വന്ന് കൈയൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് അപ്പ എന്നൊക്കെ വിളിച്ച് നമ്മുടെ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും. ആ ഒരു ലാലനെയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ നടക്കുകയാണ്, വീഡിയോ എടുക്കുന്നു, അവൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഒരു ഡോട്ടറിൻ്റെ സ്നേഹം ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇത് പണ്ടത്തെ HMS വിക്ടറി എന്ന് പറയുന്ന ഒരു ഷിപ്പാണ്. അതിപ്പോൾ ഒരു മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മരം കൊണ്ടാണ് ഈ ഒരു ഷിപ്പ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ മരം കൊണ്ട് ജനാലകളൊക്കെ വെച്ച് പണ്ടത്തെ ഷിപ്പുകൾ ഉണ്ടാക്കിയിരുന്നു നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷിപ്പ്, മരം കൊണ്ട് ഒരു കൊട്ടാരം പണിത് വെച്ചിരിക്കുകയാണ് അവർ. ഇവിടുന്ന് ഒരു ബോട്ട് എടുത്ത് വേണമെങ്കിൽ അപ്പുറത്തെ ഐലൻഡുകളിലൊക്കെ പോകാം. നമുക്കതിനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടുന്ന് നേരെ പാർക്കിംഗ് ആൻഡ് റൈഡിലേക്ക് ബസ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാന്. പക്ഷേ പോകുന്ന വഴി ഒരു ബീച്ച് കണ്ടുപിടിച്ചു. എന്നാൽ പിന്നെ ആ ബീച്ച് കൂടെ കണ്ടിട്ടാവാം എന്ന് വിചാരിച്ച് നമ്മൾ ബീച്ചിലേക്ക് പുറപ്പെട്ടു. ആ ഒരു സ്ഥലത്ത് പോയില്ലായിരുന്നെങ്കിൽ നമ്മളത് മിസ് ചെയ്തേനെ. നല്ലൊരു അടിപൊളി ബീച്ചായിരുന്നു. വെസ്റ്റ് വിറ്ററിംഗ് ബീച്ച് എന്നാണ് ഈ ഒരു ബീച്ചിൻ്റെ പേര്. മാപ്സിൽ സെർച്ച് ചെയ്താൽ കറക്റ്റായിട്ട് ആ ബീച്ചിലേക്ക് നമ്മൾ എത്തിക്കും. എത്തിപ്പെടാൻ കുറച്ച് സമയമെടുത്തു. കാരണം ഒരുപാട് വാഹനങ്ങൾ ക്യൂ ആയിരുന്നു. ഒരു അരമണിക്കൂർ എടുത്തു ഒരു 1/2 മൈൽ പോകാനായിട്ട്. അതുപോലെ തിരക്കായിരുന്നു. പക്ഷേ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിയിറക്കം കാരണം ഒരു മൈതാനം പോലെ പരന്ന് കിടക്കുവാണ് ഈ ബീച്ച്.
ഓരോ ബീച്ചിൻ്റെ നടുക്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്, സേഫാണല്ലോ, മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പം നമ്മൾ സാമീനെയും എല്ലേനെയും ആ ഒരു വെള്ളത്തിൻ്റെ സൈഡിലേക്ക് ഇറക്കി വിട്ടു. ഇപ്പോൾ വെള്ളം എന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് സാമിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവനെ ഫ്രീ ആയിട്ടൊന്ന് തുറന്നു വിടാം. അപ്പം എല്ലാ ഡ്രസ്സും ഊരി മാറ്റി ഡയപ്പറിൽ നമ്മളങ്ങോട്ട് ഇറക്കി വിട്ടു. അവൻ അവിടെ കളിച്ച് മതിച്ചു എന്ന് തന്നെ പറയാം. ഹൈലി എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. കാരണം ഫാമിലീസും പിള്ളേരൊക്കെ വന്നിട്ട് ഒരു സൈഡിൽ ബാസ്കറ്റ് ബോള്, ഒരു സൈഡിൽ ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോൾ, അങ്ങനെ പല ഗെയിംസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പട്ടികളെ കളിപ്പിക്കുന്ന കുറേ പേര്, അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടികൾ ഓടുന്നു, ആൾക്കാരങ്ങനെ നടക്കുന്നു. അയ്യോ, എത്ര ലൈവ്ലി ആയിട്ടുള്ള ബീച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു 30-40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഐക്കിയുടെ അടുത്ത് പറഞ്ഞു തുടങ്ങിയതാണ്, ഞാൻ സാമിയുടെ അടുത്ത് പറഞ്ഞു തുടങ്ങിയതാണ്, നമുക്ക് പോവാം. ഒരു തരത്തിലും വെള്ളത്തിൽ നിന്ന് മാറാൻ അവൻ സമ്മതിക്കുന്നില്ല. ഒരു 20-25 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അനുനയിപ്പിക്കാൻ നോക്കി, നടന്നില്ല. അവസാനം പൊക്കിയെടുത്ത് കൊണ്ടുപോയി വീട്ടിലോട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വ്ലോഗിൽ കാണുന്നവരെയും എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്.